വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്ത ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യമർപ്പിച്ചും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രകടനം നടത്തി. കണ്ണൂർ DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കളക്ട്രേറ്റിന് സമീപത്തെ ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. VA നാരായണൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, VV പുരുഷോത്തമൻ, സുരേഷ് ബാബു എളയാവൂർ, മുണ്ടേരി ഗംഗാധരൻ, മുഹമ്മദ് ബ്ലാത്തൂർ, T ജയകൃഷ്ണൻ, MP വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി സ്ക്വയറിൽ നടന്ന സമാപന പൊതുയോഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രസ്താവന ചരിത്രം മറക്കില്ലെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതി ആരംഭിക്കുമ്പോൾ ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയ ലേഖനവും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളും അവര് മറന്നാലും കേരള ജനത മറക്കില്ല എന്ന് പറഞ്ഞത് 6000 കോടി രൂപയുടെ അഴിമതിയാണ്, ഇത് നഗ്നമായ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളുകൾ ഗവൺമെന്റ് മാറി വന്നപ്പോൾ ആ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിക്കെതിരായി 2 തരത്തിലുള്ള കേസുകളാണ് നൽകിയത്. ഒന്ന്, ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്കും ബാബുവിനും വിഴിഞ്ഞത്തെ ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ കേരള പോലീസിന്റെ വിജിലൻസ് എൻക്വയറി നടത്തി. പിണറായി നിയന്ത്രിക്കുന്ന വിജിലൻസ് വകുപ്പ് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് അഴിമതിയുടെ ഒരു തെല്ലും അവർക്ക് തെളിയിക്കാനും കണ്ടെത്താനും സാധിച്ചില്ല. അഴിമതിയില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് കേരളത്തിലെ സർക്കാരിന് വൈമനസ്യത്തോടെയാണ് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് വീണ്ടും നമുക്കറിയാം ഒരു ജുഡീഷ്യൽ അന്വേഷണം പദ്ധതി വൈകിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും അഴിമതിയുടെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി ആലോചിച്ചിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് റിട്ടയർഡ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനായി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പിണറായി സർക്കാർ നിയമിച്ചത്. ആ അന്വേഷണ കമ്മീഷൻ വിപുലമായ തെളിവെടുപ്പ് നടത്തി. എല്ലാവരെയും ബന്ധപ്പെട്ട ആളുകളെല്ലാം കമ്മീഷന് മുൻപാകെ ഹാജരായിക്കൊണ്ട് രേഖകളും തെളിവുകളും അവർക്കുള്ള ആക്ഷേപങ്ങൾ തെളിയിക്കാൻ അവരെല്ലാം സമർപ്പിച്ചു. പക്ഷേ കമ്മീഷൻ അന്തിമമായി കണ്ടെത്തിയത് വിഴിഞ്ഞം പദ്ധതിയിൽ അഴിമതിയില്ല എന്നാണ്. എന്നാൽ കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ കേരള സർക്കാർ സൗമനസ്യം കാണിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.